അസ്സലാമലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ ലസാനിയാണ്. പൊതുവെ നമ്മൾ ലസാനിയ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലസാനി എങ്ങനെ പാനിൽ നമ്മൾ ഓവനിൽ പ്രിപ്പയർ ചെയ്യുന്ന സെയിം ടേസ്റ്റിലും ടെക്സ്ചറിലും പ്രിപ്പയർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ലസാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ലസാനി ഷീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ റെഡിമെയ്ഡ് ലസാനി ഷീറ്റ്സ് ഉണ്ടെങ്കിൽ അത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് മൈദ ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഡോ റെഡിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് 4 ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇതൊരു 20 മിനിറ്റ് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ലസാനിയക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 500 ഗ്രാംസ് ബോൺലെസ് ചിക്കന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായി ഇനി കുക്ക് ചെയ്യണം. ചിക്കൻ ഒരു വൈറ്റ് കളർ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ബേസിൽ ലീവ്സും 1 ടേബിൾ സ്പൂണ് ഒറിഗാനോയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യണം. പിന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് കൊണ്ട് നമുക്കിതുപോലെ ലസാനിയ ഷീറ്റ്സ് പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം ഒരു 30 മിനിറ്റോളം ഇത് ഫാനിൻ്റെ അടിയിൽ ഒരു പേപ്പറിലോ ഓവൻ്റെ റാക്കിൽ ഗ്രില്ലിൽ ആ റാക്കിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ലോണം ഡ്രൈ ആയി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. മൈദ ആഡ് ചെയ്തിട്ട് നന്നായി ഇതൊന്ന് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മൈദ നല്ലോണം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്യും കൂടി വേണം. കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ്ചർ നല്ല തിക്കായി വരുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. സോസ് ഇവിടെ നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ലസാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അതിന് മുകളിലായിട്ട് ഒരു ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഷീറ്റിൻ്റെ മുകളിലായിട്ട് വീണ്ടും പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച വൈറ്റ് സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാല സോസ് നമ്മൾ ഏറ്റവും ഈ ഷീറ്റിനെ ഫുള്ളായി കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക. മസാല അതിൻ്റെ ഒരു മിഡിൽ പോർഷനായിട്ടും കൂടി വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചീസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വീണ്ടും ഒരു ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ സോസ് വൈറ്റ് സോസ് മിക്സും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് സോസ് വെച്ച് ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി ടോപ്പ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലസാനിയ ഷീറ്റിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസും പിന്നെ വൈറ്റ് സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടി വരും. ഒരു 30 to 35 മിനിറ്റ്സ് ഇതിന് കുക്കിംഗ് ടൈം വേണം. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ്സിന് ശേഷം നമ്മൾ ചീസൊക്കെ മെൽറ്റായി എല്ലാം കൂടി കുക്കായി വന്നിട്ടുണ്ടാവും. നമുക്കിങ്ങനെ മേലെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുക്കായോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ ലസാനിയ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. പിന്നെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ നമുക്ക് പാനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. സെയിം ടേസ്റ്റാണ് ഓവനിൽ ചെയ്യുന്നത്, സെയിം ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോഴും. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ആൻഡ് താങ്ക് യു.